ഹലോ ഡിയേഴ്സ്, ഇന്നത്തെ ടോപ്പിക്ക് ഫ്രീസ് ഡ്രയർ. ഫ്രീസ് ഡ്രയർ അല്ലെങ്കിൽ ലയോഫൈലൈസർ. ഇതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സബ്ലിമേഷൻ. സബ്ലിമേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു സോളിഡ് പാർട്ടിക്കിൾ ലിക്വിഡിലോട്ട് കൺവേർട്ട് ആവാതെ ഡയറക്റ്റ് വേപ്പറായിട്ട് മാറുന്ന ഒരു പ്രോസസ്സാണ് സബ്ലിമേഷൻ. ഈ ഒരു ടെക്നിക്ക് വെച്ചിട്ടാണ് ഫ്രീസ് ഡ്രയർ വർക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് പ്രിൻസിപ്പൽ പാർട്ടിൽ എഴുതാനുള്ള മറ്റൊരു കാര്യമാണ് ട്രിപ്പിൾ പോയിൻറ്റ്. അതായത് ഈ ഒരു എക്യുപ്മെൻറ്റ് വർക്ക് ചെയ്യുന്ന സബ്ലിമേഷൻ പ്രോസസ്സ് നടക്കണം എന്നുണ്ടെങ്കിൽ ഒരു സർട്ടൈൻ പ്രഷർ ആൻഡ് ടെമ്പറേച്ചറും മെയിൻറ്റെയിൻഡ് ആയിരിക്കണം. അതായത് ബിലോ ദ ട്രിപ്പിൾ പോയിൻറ്റ് ഓഫ് വാട്ടർ എന്നാണ് അതിനെ പറയുന്നത്. ട്രിപ്പിൾ പോയിൻറ്റ് എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ഇറ്റ് ഈസ് എ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ അറ്റ് വിച്ച് എ മെറ്റീരിയൽ ക്യാൻ എക്സിസ്റ്റ് ഇൻ 3 ഫോംസ്. അതായത് ഒരു പാർട്ടിക്കിൾ, ഒരു സബ്സ്റ്റൻസ്, അത് ഏതോ ഒരു പോയിൻറ്റിൽ ലിക്വിഡായിട്ടും വേപ്പറായിട്ടും അതുപോലെ സോളിഡ് സ്റ്റേറ്റിലും എക്സിസ്റ്റ് ചെയ്യും. ഈ ഒരു 3 സ്റ്റേറ്റിലും എക്സിസ്റ്റ് ചെയ്യുന്ന ആ പോയിൻറ്റിനെ ട്രിപ്പിൾ പോയിൻ്റ് എന്ന് പറയും. അപ്പോൾ വാട്ടറിനൊരു ട്രിപ്പിൾ പോയിൻ്റ് ഉണ്ട്. വാട്ടർ എന്ന് പറയുമ്പോൾ വാട്ടർ മീൻസ് ഇറ്റ് ഈസ് എ ലിക്വിഡ് ഫോം. അതുപോലെ ഐസ് ഉണ്ട്, അതുപോലെ തന്നെ വേപ്പേഴ്സ് ഉണ്ട്. ഇത് 3ഉം എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു പോയിൻറ്റ്. അതിനേക്കാളും ബിലോ ടെമ്പറേച്ചറും പ്രഷറും കൊടുത്തിട്ടാണ് നമ്മൾ സബ്ലിമേഷൻ ഈ ഒരു എക്യുപ്മെൻറ്റിൻ്റെ അകത്ത് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ആൻഡ് ഫിഗർ നോക്കാം. ഫിഗറിൻ്റെ അകത്ത് 2 പാർട്ടായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതായത് ഡ്രൈയിങ് എക്യുപ്മെൻറ്റ് നമ്മൾ നേരത്തെ ഡ്രയറിലും പറഞ്ഞായിരുന്നു, ഒരു ചേംബർ ഉണ്ടായിരിക്കും, ഹീറ്റിംഗ് ചേംബർ. അങ്ങനെ ഒരു ചേംബർ ഫ്രീസ് ഡ്രയറിലും ഉണ്ട്. അതാണ് ലെഫ്റ്റ് സൈഡിൽ കാണിച്ചേക്കുന്ന ആ ബോക്സ്. അടുത്ത അപ്പുറത്ത് കൊടുത്തിട്ടുള്ള റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത് കണ്ടൻസറാണ്. ഇതിൻ്റെ കൺസ്ട്രക്ഷൻ പറയുമ്പോൾ ഇറ്റ് ഹാവിങ് എ ഡ്രൈയിങ് ചേംബർ. ഈ ഡ്രൈയിങ് ചേംബറിൽ കുറേ ഷെൽഫുകൾ വച്ചിട്ടുണ്ട്. ആ ഷെൽഫിൽ കുഞ്ഞു ബോട്ടിൽസിലാക്കിയിട്ടാണ് മെറ്റീരിയൽ നമ്മൾ ലോഡ് ചെയ്യുന്നത്. അതായത് കുഞ്ഞു ബോട്ടിൽ എന്ന് പറയുമ്പോൾ ആംപ്യൂൾസ്, വിയൽസ് ഒക്കെ ഉണ്ടല്ലോ, നമ്മൾ ഇഞ്ചക്ഷൻ ബോട്ടിൽസ്, അങ്ങനെയുള്ള ബോട്ടിൽസിലാണ് നമ്മൾ മെറ്റീരിയൽ ലോഡ് ചെയ്യുന്നത്. അതുപോലെ ഇതിൻ്റെ അകത്തൊരു ഹീറ്റ് സോഴ്സ് ഉണ്ട്, ഹീറ്റ് കൊടുക്കാൻ വേണ്ടി. ഹീറ്റ് സോഴ്സായിട്ട് ഇവിടെ ആക്ട് ചെയ്യുന്നത് ഒന്നുകിൽ ഹീറ്റിംഗ് കോയിൽസ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ റേഡിയേഷൻ അപ്ലൈ ചെയ്യും. അതുപോലെ തന്നെ ഈ എക്യുപ്മെൻറ്റ് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു സ്പെസിഫിക് ക്വാണ്ടിറ്റി വാക്വം അപ്ലൈ ചെയ്യണം. കണ്ടൻസറിനെ കുറിച്ച് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡ്, ദാറ്റ് ഈസ് ഡ്രൈ ഐസ് വിത്ത് എത്തനോൾ ഓർ അസറ്റോൺ വെച്ചിട്ടുണ്ട്, പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ അകത്തുള്ള ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഷുഡ് ബി ലെസ് ദാൻ ദ ടെമ്പറേച്ചർ ഓഫ് സബ്ലൈൻഡ് സർഫസ്. കണ്ടൻസറിൻ്റെ അകത്തൊരു ടെമ്പറേച്ചർ ഉണ്ട്. ആ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് നമ്മുടെ ഹീറ്റിംഗ് ചേംബറിൻ്റെ അകത്തുള്ള ടെമ്പറേച്ചറിനെക്കാളും കുറവായിരിക്കണം. നെക്സ്റ്റ് കണ്ടൻസറും ഹീറ്റിംഗ് ചേംബറും തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് വേപ്പർ മോളിക്യൂൾസ് ഫോം ചെയ്യുമല്ലോ. അതിൽ നമ്മൾ 2 വേപ്പർ മോളിക്യൂൾസിനെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ 2 വേപ്പർ മോളിക്യൂൾസും തമ്മിലൊരു മിനിമം ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കുമല്ലോ. ആ ഒരു ഡിസ്റ്റൻസിനെക്കാളും ചെറുതായിരിക്കണം കണ്ടൻസറും സബ്ലൈംഡ് സർഫസും, ദാറ്റ് ഈസ് ഹീറ്റിംഗ് ചേംബറും തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഫിഗറിൽ ഡിസ്റ്റൻസ് കൂടുതൽ കൊടുത്തിട്ടുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഇത്രയും ഡിസ്റ്റൻസ് എക്യുപ്മെൻറ്റിന് ഇല്ല. ഇതിൻ്റെ വർക്കിംഗ് പാർട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ എക്യുപ്മെൻറ്റ് വർക്ക് ചെയ്യുന്നത് 5 സ്റ്റെപ്പ് വഴിയാണ്. പ്രിപ്പറേഷൻ ആൻഡ് പ്രീ ട്രീറ്റ്മെൻറ്റ്, പ്രീ ഫ്രീസിങ്, പ്രൈമറി ഡ്രൈയിങ്, സെക്കൻഡറി ഡ്രൈയിങ് ആൻഡ് പാക്കിംഗ്. പ്രിപ്പറേഷൻ ആൻഡ് പ്രീ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഫേസിൽ നടക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന മെറ്റീരിയൽ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു വിയൽസിലോ ആംപ്യൂൾസിലോ, ദാറ്റ് ഈസ് ഇൻജെക്റ്റബിൾസ് ആണ് കൂടുതലും എടുക്കുന്നത്. അതിനെയൊക്കെ ഫൈനൽ പാക്കിങ്ങിലോട്ട് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഫ്രീസ് ഡ്രയർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതെടുക്കുമ്പം ആദ്യം നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മെറ്റീരിയലിനെ കോൺസെൻട്രേറ്റഡ് ഫോമിലാക്കി മാറ്റണം. കോൺസെൻട്രേറ്റഡ് ഫോമിലാക്കി മാറ്റുക എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദ മോയ്സ്ചറും നമ്മൾ വേറെ ഏതെങ്കിലും ഒരു ഡ്രയർ, ഇപ്പോൾ ട്രേ ഡ്രയറോ വാക്വം ഡ്രയറോ പോലുള്ള മറ്റ് ഡ്രയേഴ്സ് യൂസ് ചെയ്ത് കുറച്ച് മോയ്സ്ചർ മാറ്റിയിട്ട് വേണം ഈ ഫ്രീസ് ഡ്രയറിലോട്ട് പ്ലേസ് ചെയ്യാനായിട്ട്. അപ്പോൾ മിനിമം മോയ്സ്ചർ കണ്ടൻ്റ് ഉള്ള മെറ്റീരിയൽ, ദാറ്റ് ഈസ് ഹൈലി കോൺസെൻട്രേറ്റഡ് ഫോം ആയിട്ടുള്ള മെറ്റീരിയൽ വേണം നമ്മൾ ഫ്രീസ് ഡ്രയറിൽ വെക്കാൻ. ഇനി ഇതിൻ്റെ അകത്ത് കുറച്ച് മോയ്സ്ചർ കണ്ടൻറ്റ് മാത്രമേ പാടുള്ളൂ.
നെക്സ്റ്റ് പ്രീ ഫ്രീസിങ് എന്ന് പറഞ്ഞാൽ ഈ കോൺസെൻട്രേറ്റഡ് ആക്കി വെച്ചേക്കുന്ന മെറ്റീരിയലിനെ നമ്മൾ നല്ല പോലെ ഫ്രീസ് ചെയ്യുന്നു. ദാറ്റ് ഈസ് അബൌട്ട് -50°C ടു -60°C, നല്ല ഡീപ്പായിട്ട് കോൾഡ് ചെയ്യുന്നു. അങ്ങനെ ഫ്രീസ് ചെയ്യുമ്പം ദിസ് മെറ്റീരിയൽ ബിക്കം ഐസ്. നെക്സ്റ്റ് സ്റ്റേജിൽ ദാറ്റ് ഈസ് പ്രൈമറി ഡ്രൈയിങ്. അവിടെ ഈ ഐസ് ഫോമിലിരിക്കുന്ന ആളിനെ നമ്മൾ സബ്ലിമേഷൻ പ്രോസസ്സ് ചെയ്യുന്നു. അതായത് ഐസ് മീൻസ് ഇറ്റ് ഈസ് എ സോളിഡ്. അതിനെ സബ്ലിമേഷൻ നടത്തി ഡയറക്റ്റ് വേപ്പറിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതാണ് പ്രൈമറി ഡ്രൈയിങ്ങിൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബോട്ടിലിൻ്റെ അകത്ത് ഈ ഒരു ഐസ് ഉണ്ട്, അതിനെ നമ്മൾ ട്രേയിൽ വെച്ചു, എന്നിട്ട് ഹീറ്റ് അപ്ലൈ ചെയ്തു, വാക്വം അപ്ലൈ ചെയ്തു. അപ്പോൾ ആ ഒരു വാട്ടറിനെക്കാളും ബിലോ ആയിട്ടുള്ള ഒരു ട്രിപ്പിൾ പോയിൻ്റ് അവിടെ വന്നു. ആ ട്രിപ്പിൾ പോയിൻറ്റിൽ സബ്ലിമേഷൻ നടന്നു. ആ സമയത്ത് നമ്മൾ കൊടുക്കുന്ന ഇവിടുത്തെ പ്രഷർ, നമ്മൾ വാക്വം അപ്ലൈ ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ ഇവിടുത്തെ പ്രഷർ ബിലോ 3 mmHg ആയിട്ട് മാറുന്നു. അതായത് അത്രയും പ്രഷർ നമ്മൾ റെഡ്യൂസ് ചെയ്യുന്നു. ഈ പ്രൈമറി ഡ്രൈയിങ് പ്രോസസ്സ് നടക്കുന്നത് 2 hours കൊണ്ടാണ്. അതായത് ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് ഇത്. ഈ ഒരു സമയത്ത് ഈ 2 hours കഴിയാറാകുമ്പോഴത്തേക്കും ടെമ്പറേച്ചർ നമ്മൾ 30°C, അതായത് കുറച്ചൊന്ന് കൂട്ടിക്കൊടുക്കും. അങ്ങനെ 98 to 99% ഓഫ് മോയ്സ്ചർ കണ്ടൻറ്റും ഈ ഒരു സ്റ്റെപ്പിൽ റിമൂവ് ചെയ്യാൻ പറ്റും. സെക്കൻഡറി ഡ്രൈയിങ്ങിൽ വരുമ്പം അതിൻ്റെ അകത്ത് 1 to 2% മോയ്സ്ചർ റിമൂവ്ഡ്. അത്രയും മോയ്സ്ചർ മാത്രമേ ഇനി അതിൻ്റെ അകത്തുള്ളൂ. അപ്പോൾ അത്രയും മോയ്സ്ചറിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയാണ് സെക്കൻഡറി ഡ്രൈയിങ് എന്ന് പറയുന്ന സ്റ്റേജ്. ഇതൊരു 10 to 20 hours വരെ നടക്കുന്ന ഒരു പ്രോസസ്സാണ്. പ്രൈമറിയിലാണെങ്കിൽ 2 hours ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ തന്നെ പ്രൈമറിയിൽ നമ്മൾ ലോവർ ചെയ്ത പ്രഷറിനെക്കാളും കുറച്ചും കൂടെ റെഡ്യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത്. ഈ സ്റ്റേജിൽ ടെമ്പറേച്ചർ നമ്മൾ 50°C റൈസ് ആവും, മറ്റതിൽ 30 റൈസ് ചെയ്തോളൂ. അങ്ങനെ ഇത്രയും 50°ലോട്ട് റൈസ് ചെയ്യുമ്പോഴത്തേക്കും 1 to 2% ഓഫ് മോയ്സ്ചർ 10 to 20 hours കൊണ്ട് റിമൂവ് ചെയ്യാം. ഇങ്ങനെ റിമൂവ് ചെയ്യുന്ന മോയ്സ്ചറിനെ പറയുന്ന പേരാണ് റെസിഡ്വൽ മോയ്സ്ചർ. ഫൈനൽ സ്റ്റെപ്പാണ് പാക്കിംഗ്. അതായത് ഇപ്പോൾ എല്ലാ മോയ്സ്ചർ കണ്ടൻറ്റും ഇതിന്ന് റിമൂവ് ആയി കഴിഞ്ഞു. ഇനി ഈ മെറ്റീരിയലിനെ നമ്മൾ ആ ഒരു എക്യുപ്മെൻറ്റിൽ നിന്ന് റീപ്ലേസ് ചെയ്യുന്നു, പാക്ക് ചെയ്യുന്നു. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ തെർമോലബൈൽ മെറ്റീരിയൽസിന് നമുക്ക് ഡ്രൈ ചെയ്യാൻ പറ്റും. കാരണം ഇവിടെ നമ്മൾ ഡീപ്പായിട്ട് ഫ്രീസ് ചെയ്തിട്ടാണ് ടെമ്പറേച്ചർ റൈസ് ചെയ്യുന്നത്. സോ തെർമോലബൈലായിട്ടുള്ള മെറ്റീരിയൽസിന് ഇത് ഓക്കെയാണ്. അതുപോലെ ഡീനാച്ചുറേഷൻ പോലുള്ള പ്രോസസ്സുകളൊന്നും ഇവിടെ നടക്കുന്നില്ല. അതായത് ഡീഗ്രഡേഷൻ പ്രോസസ്സുകളൊന്നും നടക്കുന്നില്ല. അതുപോലെ തന്നെ സ്റ്റെറിലിറ്റി നല്ലപോലെ ഉണ്ട്. പിന്നെ വോളട്ടൈലായിട്ട് മെറ്റീരിയൽസ് നമുക്ക് നഷ്ടമാകുന്നില്ല. വേപ്പർ ആകുമ്പോൾ നമ്മുടെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ആ പ്രോഡക്റ്റ് ഒരിക്കലും വേപ്പറായിട്ട് പോകുന്നില്ല, മോയ്സ്ചർ കണ്ടൻറ്റ് മാത്രമേ പോകുന്നുള്ളൂ. ഇതാണ് അഡ്വാൻറ്റേജ്. ഡിസഡ്വാൻറ്റേജ് പറയുമ്പം ചിലപ്പം ഓക്സിഡേഷൻ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ഫ്രീസ് ഡ്രയർ കുറച്ച് കോസ്റ്റ് ഉള്ള എക്യുപ്മെൻ്റ് ആണ്. പിന്നെ നമ്മൾ ഈ പ്രോസസ്സ് ചെയ്യുമ്പോൾ തന്നെ 2 hours 10 to 20 hours ഒക്കെ എടുക്കും. സോ ഇറ്റ് ഈസ് വെരി ടൈം കൺസ്യൂമിങ് പ്രോസസ്സ്. അതുപോലെ നോൺ അക്വസ് നേച്ചർ ഉള്ള സൊല്യൂഷൻസ് ഉള്ള മെറ്റീരിയലാണ് എടുക്കുന്നതെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് സ്യൂട്ടബിൾ. ഇതിൻ്റെ മെയിൻ യൂസസ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു, ഇൻജെക്റ്റബിൾസ്, സസ്പെൻഷൻസ് ഇങ്ങനെയുള്ളവരുടെയൊക്കെ ഫൈനൽ സ്റ്റേജിലോട്ട് കൺവേർട്ട് ചെയ്യാൻ, ഫൈനൽ സ്റ്റേജിൽ നമ്മൾ പാക്കിംഗ് വരെ ഉള്ള ആ ഒരു പ്രോസസ്സിനാണ് ഫ്രീസ് ഡ്രൈയിങ് യൂസ് ചെയ്യുന്നത്. പിന്നെ ആൻറ്റിബയോട്ടിക്സ്, ബ്ലഡ് പ്ലാസ്മ, പിന്നെ വൈറൽ കൾച്ചേഴ്സ്, വൈറ്റമിൻസ്, എൻസൈംസ് ഇങ്ങനെയുള്ളവരുടെയൊക്കെ ഡ്രൈയിങ് പ്രോസസ്സിന് നമ്മൾ ഫ്രീസ് ഡ്രൈയിങ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതാണ് ഫ്രീസ് ഡ്രയറിനെ കുറിച്ച് പഠിക്കാനുള്ള കാര്യങ്ങൾ. ചില ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ ഇത് 10 മാർക്കിന് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഫ്രീസ് ഡ്രയർ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ.